ഇതുവരെയുള്ള പ്രധാന അപ്ഡേറ്റുകൾ നോക്കാം. ന്യൂസ് ബുള്ളറ്റിൻ. ആദ്യം നോക്കാം ഹെഡ്ലൈൻസ്. ശബരിമലയിൽ തിക്കും തിരക്കും. 18ാം പടി കയറുന്നതിനിടെ മരണം. ചെന്നൈയിൽ കനത്ത മഴ തുടരുന്നു. 12 വിമാനങ്ങൾ റദ്ദാക്കി. ദുരന്തമൊഴിയാതെ ഇന്തോനേഷ്യയും ശ്രീലങ്കയും. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. SARൽ അടിയന്തര ചർച്ചയില്ല. സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധിച്ച പ്രതിപക്ഷം. 6ാം ദിവസവും കാണാമറയത്ത് തന്നെ. രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ പോലീസ്. സമൂഹ മാധ്യമങ്ങളുടെ ജാതി സ്പർദ്ധ പ്രചരിപ്പിക്കുന്നുവെന്ന പരാതി. KM ഷാജഹാന്റെ വീട്ടിൽ പോലീസ് പരിശോധന. വാർത്തകൾ വിശദമായി. ശബരിമലയിൽ 18ാം പടി കയറുന്നതിനിടെ കുഴഞ്ഞു വീണ് കൊല്ലം ഓയൂർ സ്വദേശി വിജയകുമാർ മരണപ്പെട്ടു. 62 വയസ്സായിരുന്നു. ദേഹസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് ഉടൻ തന്നെ CPR നൽകിയെങ്കിലും പമ്പയിലെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ച് 15-16 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കാരണം റിപ്പോർട്ട് ചെയ്യുന്ന 8ാമത്തെ മരണം കൂടിയാണിത്. ശബരിമല 18ാം പടി കയറുന്നതിനിടയിൽ ശാരീരിക ബുദ്ധിമുട്ടുണ്ടായ കൊല്ലം സ്വദേശിയായ വിജയകുമാർ ഉടൻ തന്നെ മരണപ്പെടുകയായിരുന്നു. സന്നിധാനത്ത് നിന്നും മാറ്റി പമ്പയിലെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനുള്ള നടപടികൾ എല്ലാം തന്നെ സ്വീകരിച്ചിരുന്നു. ഇത്തരത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലാണ് മരണം സ്ഥിരീകരിച്ചത്. ഹൃദയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അവർ മുൻകരുതലുകൾ സ്വീകരിക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ മണ്ഡലകാലം തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. ഈ ചുരുങ്ങിയ അളവിൽ തന്നെ 8 മരണമാണ് ഇപ്പോൾ സന്നിധാനത്ത് നിന്നും സ്ഥിരീകരിച്ചിട്ടുള്ളത്. അത് ആരോഗ്യപരമായി എന്തെങ്കിലും വീഴ്ചകൾ ഉള്ളവരാണെങ്കിൽ അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ എടുക്കണം എന്ന ആവശ്യം ഇപ്പോൾ എത്രമാത്രം രൂക്ഷമാണ് എന്ന കാര്യം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. എന്ത് തന്നെയായാലും ഈ ക്രമാതീതമായ വളരെ തിരക്ക് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നത്. ചെന്നൈയിലും തമിഴ്നാടിന്റെ വടക്കൻ തീരങ്ങളിലും ദിത്വ ചുഴലിക്കാറ്റിന്റെ അവശിഷ്ടമായി രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദത്തെ തുടർന്ന് കനത്ത മഴ തുടരുകയാണ്. ചെന്നൈ, തിരുവള്ളൂർ, ചെങ്കൽപ്പേട്ട്, കാഞ്ചീപുരം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ചൊവ്വാഴ്ച സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടർച്ചയായ മഴയെ തുടർന്ന് ചെന്നൈ വിമാനത്താവളത്തിൽ നിന്നുള്ള 10-ൽ-അധികം വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടും ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. കൂടാതെ മഴയുമായി ബന്ധപ്പെട്ട അപകടങ്ങളിൽ തമിഴ്നാട്ടിൽ 3 പേർ മരിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ചെന്നൈയിൽ കനത്ത മഴയും ഒപ്പം രൂക്ഷമായ വെള്ളക്കെട്ടുമാണുള്ളത്. ദിത്വ ചുഴലിക്കാറ്റ് ന്യൂനമർദ്ദമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മഴ രൂക്ഷമാകുന്നത്. നിലവിൽ ചെന്നൈയിൽ വിമാനത്താവളത്തിൽ നിന്നും 12 വിമാനങ്ങൾ റദ്ദാക്കി എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇതിൽ ചെന്നൈയിലേക്ക് വരുന്നത് 6ഉം അതോടൊപ്പം തന്നെ ചെന്നൈയിൽ നിന്ന് പുറപ്പെടുന്നതും 6 എന്ന രീതിയിലാണ് 12 വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുള്ളത്. ഒപ്പം കൊച്ചിയിലേക്ക് വരേണ്ട ഒരു വിമാനവും കൊച്ചിയിൽ നിന്ന് പുറപ്പെടേണ്ട ഒരു വിമാനവും ഈ പട്ടികയിൽ പെടുന്നു എന്ന വിവരമാണ് നിലവിൽ ലഭിക്കുന്നത്. നിലവിൽ ഇവിടെ പലയിടങ്ങളിലുമായി സഞ്ചാര യോഗ്യമല്ലാത്ത രീതിയിൽ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നുണ്ട്. ഒപ്പം തന്നെ അല്പം മുൻപാണ് ചെന്നൈ ഡെപ്യൂട്ടി മേയർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇത്തരത്തിലായിരുന്നു പ്രതികരണം. ഇവിടെ പലയിടങ്ങളിലായി മെട്രോ പണി പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത്തരത്തിൽ മെട്രോ പണി പുരോഗമിക്കുന്നതിനാലാണ്, മെട്രോ പണിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഇവിടെ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത് എന്ന കാര്യമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും ജനങ്ങളുടെ ദുരിതം തുടരുകയാണ്. ഒപ്പം വ്യാപകമായ കൃഷിനാശവും ഇതിനോടകം തന്നെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ശക്തമായ മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഇന്തോനേഷ്യ, ശ്രീലങ്ക, തായ്ലാന്റ് എന്നിവിടങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 1115 ഉയർന്നു. ഒരാഴ്ചക്കിടെ ഇന്തോനേഷ്യയിൽ മാത്രം മരിച്ചത് 604 പേരാണ്. 335 പേർ ശ്രീലങ്കയും 176 പേർ തായ്ലാന്റിലും മരണപ്പെട്ടുവെന്നാണ് കണക്ക്. നൂറുകണക്കിന് ആളുകളെ കാണാതായി. ദശലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. ഇന്തോനേഷ്യ, ശ്രീലങ്ക, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലുമായി മരിച്ചവരുടെ എണ്ണം 1115 ഉയർന്നു. ഇന്തോനേഷ്യയിൽ 604 പേരും ശ്രീലങ്കയിൽ 335 പേരും തായ്ലൻഡിൽ 176 പേരുമാണ് മരിച്ചത്. ഇന്തോനേഷ്യയിൽ സെന്യാർ ചുഴലിക്കാറ്റും ശ്രീലങ്കയിൽ ദിത്വ ചുഴലിക്കാറ്റുമാണ് ദുരന്തത്തിന് കാരണമായത്. ശ്രീലങ്കയിൽ 100 കണക്കിന് ആളുകളെ കാണാതായി. പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിൽ ഒന്നാണിത്. തായ്ലൻഡിൽ 4 ലക്ഷത്തോളം ആളുകളെ ദുരന്തം ബാധിച്ചു. ഹാറ്റിയായ് നഗരത്തിൽ 300 വർഷത്തിനിടയിലെ റെക്കോർഡ് മഴയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മരണം ഇനിയും ഉയരാനും കാണാതായവർ നിരവധി പേരുണ്ടെന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ.
പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഇന്നും പ്രക്ഷുബ്ധമായി തുടർന്നു. വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്രമായ പുനരവലോകനം, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ സംബന്ധിച്ച അടിയന്തര ചർച്ച വേണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സർക്കാർ തള്ളിയതാണ് സഭ സ്തംഭിക്കാൻ കാരണം. വോട്ടർമാരെ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ആരോപിച്ച പ്രതിപക്ഷം സ്റ്റോപ്പ് SIR, സ്റ്റോപ്പ് വോട്ട് ചോരി എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധിച്ചത്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ അടിയന്തര ചർച്ച വേണമെന്ന് പ്രതിപക്ഷ ആവശ്യത്തിൽ ഇളകിമറിഞ്ഞ് പാർലമെന്റിന്റെ ഇരു സഭകളും. 28 BLOമാർ മരിച്ചു, നിസ്സാര കാര്യമല്ല, ഇന്ന് തന്നെ ചർച്ച വേണമെന്ന് മല്ലികാർജുൻ ഖാർഗെ നിലപാട് കടുപ്പിച്ചു. പഴയ ചെയർമാനെ പോലെ ഭരണപക്ഷത്തെ മാത്രം പരിഗണിച്ചാൽ പോരെന്ന് രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ മുന്നറിയിപ്പ് നൽകി. തുടർന്ന് സഭാ നേതാവ് JP നദ്ദയോട് മറുപടി നൽകാൻ CP രാധാകൃഷ്ണൻ നിർദ്ദേശിച്ചു. മാത്രമല്ല, പ്രതിപക്ഷ നേതാക്കളുമായി ചർച്ച നടത്തി സമയം നിശ്ചയിക്കാമെന്ന് JP നദ്ദ പറഞ്ഞു. എന്നാൽ ഉടൻ ചർച്ച നടത്താൻ സാധിക്കില്ലെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു തിരുത്തി. മാത്രമല്ല, പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ഇതിനെ തുടർന്ന് സഭാ നടപടികൾ മുടക്കിയ പ്രതിപക്ഷത്തോട് പെരുമാറ്റം ശരിയല്ലെന്ന് സ്പീക്കർ കയർത്തു. ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ 6ാം ദിവസം ഒളിവിൽ തുടരുന്നു. രാഹുലിനെ ഉടൻ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കങ്ങൾ പോലീസ് ഊർജിതമാക്കി. തിരച്ചിൽ തമിഴ്നാട്ടിലേക്കും ബംഗളൂരുവിലേക്കും വ്യാപിപ്പിച്ചു. ഒളിവിൽ പോകാൻ രാഹുൽ ഉപയോഗിച്ച ചുവന്ന കാറിന്റെ ഉടമയായ യുവനടിയെ ഉടൻ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതേസമയം പീഡനത്തിനും നിർബന്ധിത ഗർഭചിത്രത്തിനും ശേഷം പരാതിക്കാരി 2 തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. നാളെ കോടതി പരിഗണിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് മുൻപ് രാഹുലിനെ പിടികൂടാനാണ് പോലീസ് ശ്രമിക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് രാഹുൽ മുങ്ങിയത് പൊള്ളാച്ചിക്ക് എന്ന അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം കോയമ്പത്തൂരിലേക്ക് കടന്നു. ശേഷം ഹൈവേ ഒഴിവാക്കിയാണ് രാഹുൽ രക്ഷപ്പെട്ടത് എന്ന കാര്യമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് രാഹുലിന്റെ ഭവന നിർമ്മാണ പദ്ധതി ഉദ്ഘാടനം ചെയ്യുവാൻ വന്ന നടിയുടേതാണ് ചുവന്ന പോളോ കാർ എന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കാറിൽ തന്നെയാണ് നടി പാലക്കാടേക്ക് പരിപാടിക്കായി എത്തിയത്. പിന്നീട് എപ്പോഴാണ്, ഏത് സാഹചര്യത്തിലാണ് കാർ കൈമാറിയത് എന്ന കാര്യമാണ് ഇനി മനസ്സിലാക്കാനുള്ളത്. ബാംഗ്ലൂരിലുള്ള നടിയെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട്. കാർ 2 ദിവസം മുൻപാണ് പാലക്കാടുള്ള ഒരു മുതിർന്ന നേതാവിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോൾ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. രാഹുലിനെ രക്ഷപ്പെടാൻ ഈ മുതിർന്ന നേതാവ് എത്രമാത്രം സഹായിച്ചു എന്ന കാര്യവും ഇനി പരിശോധിക്കേണ്ടതുണ്ട്. യൂട്യൂബർ KM ഷാജഹാന്റെ ഉള്ളൂരിലെ വീട്ടിൽ പോലീസ് പരിശോധന. ഷാജഹാനും കുടുംബവും വീട്ടിലില്ലാത്ത സമയത്താണ് പരിശോധന നടക്കുന്നത്. പോലീസ് സംഘം എത്തിയപ്പോൾ വീട്ടിൽ ജോലിക്കുള്ള സ്ത്രീ തടഞ്ഞുവെങ്കിലും പോലീസ് അകത്ത് കടക്കുകയായിരുന്നു. കോടതിയുടെ സെർച്ച് വാറന്റിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. ഷാജഹാൻ സമൂഹ മാധ്യമങ്ങളുടെ ജാതി സ്പർദ്ധ പ്രചരിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ADGP S ശ്രീജിത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. KM ഷാജഹാന്റെ ഉള്ളൂരിലെ വീട്ടിലാണ് ഇപ്പോൾ പോലീസ് പരിശോധന നടത്തി വരുന്നത്. ഷാജഹാനും കുടുംബവും വീട്ടിലില്ലാത്ത സമയത്താണ് പരിശോധന നടക്കുന്നത്. പോലീസ് സംഘം എത്തിയപ്പോൾ വീട്ടിൽ ജോലിക്കുള്ള സ്ത്രീ തടഞ്ഞു വെച്ചെങ്കിലും പോലീസ് അകത്ത് കടക്കുകയായിരുന്നു. കോടതിയുടെ സെർച്ച് വാറന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഷാജഹാൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജാതി സ്പർദ്ധ പ്രചരിപ്പിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ADGP S ശ്രീജിത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തത്. KM ഷാജഹാൻ നടത്തുന്ന പ്രതിപക്ഷം യൂട്യൂബിലെ ADGP S ശ്രീജിത്തിനെ അപകീർത്തിപ്പെടുത്തി എന്നതാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ADGP ശ്രീജിത്തിന് പങ്കുണ്ടെന്നായിരുന്നു ഷാജഹാന്റെ വീഡിയോയുടെ ഉള്ളടക്കം. ഇതിനെതിരെ ADGP ശ്രീജിത്ത് നൽകിയ പരാതിയിലാണ് പോലീസ് വീട്ടിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നത്. നിലവിൽ ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വാർത്താ വിശേഷങ്ങളുമായി അടുത്ത ന്യൂസ് ബുള്ളറ്റിനിൽ വീണ്ടും കാണാം.